മറ്റൊരു വാർത്തയിലേക്കാണ്. ദുരന്ത മേഖലയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് ബർമ ബ്രിഡ്ജിലൂടെ പരിശീലനം നൽകി അഗ്നിരക്ഷാസേന. വയനാട് കൽപ്പറ്റ മുണ്ടേരിയിൽ പരിശീലനത്തിൽ വനിതകൾ ഉൾപ്പെടുന്ന 50ഓളം സിവിൽ ഡിഫൻസ് അംഗങ്ങൾ പങ്കെടുത്തു. കൽപ്പറ്റ അഗ്നിരക്ഷാസേനയിലും സ്റ്റേഷൻ ഓഫീസർ അർജുൻ കെ കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. 2019 മുതൽ ജില്ലയിലെ 3 താലൂക്കുകളിലെ അഗ്നിരക്ഷാ സേനാ വിഭാഗവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കായിരുന്നു പരിശീലനം. ദുരന്ത മേഖലകളിൽ കുടുങ്ങിയവരെ വേഗത്തിൽ പുറത്തെത്തിക്കാൻ ബർമ ബ്രിഡ്ജിലൂടെയുള്ള രക്ഷാപ്രവർത്തന രീതി അംഗങ്ങൾക്ക് പരിശീലിപ്പിച്ചു. ഇതിനാൽ താത്കാലിക ബർമ ബ്രിഡ്ജും അഗ്നിരക്ഷാ സേന നിർമ്മിച്ചു. അപ്പോൾ അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ട്രെയിനിങ് 17 ദിവസത്തെ ട്രെയിനിങ് ആണ്. അപ്പോൾ ആ 17 ദിവസത്തെ ട്രെയിനിങ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് പ്രിപ്പയർനെസ്, ഫ്ലഡ് റെസ്ക്യൂ ആൻഡ് മൈറ്റിഗേഷൻ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് BLS, സെർച്ച് റെസ്ക്യൂ ആൻഡ് ഫയർ റെസ്പോൺസ്, ഇങ്ങനെ ഉള്ള കോഴ്സുകളാണ് നമ്മൾ 5 ദിവസം 6 ദിവസം അങ്ങനെ ഷെഡ്യൂൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ സെക്ഷനായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ബർമ ബ്രിഡ്ജ് നിർമ്മാണവും അതെങ്ങനെയാണ് നമ്മളൊരു ഏത് സാഹചര്യത്തിലാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് അതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്നൊക്കെയുള്ള ട്രെയിനിങ്ങാണ് അവർക്ക് ഇവിടെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 17 ദിവസം നീണ്ടുനിന്ന പരിശീലനത്തിൽ ഏറ്റവും പ്രയാസകരമായ ബർമ ബ്രിഡ്ജിലൂടെയുള്ള പ്രവർത്തന രീതി മനസ്സിലാക്കാൻ സാധിച്ചത് ഏറെ പ്രയോജനകരമായെന്ന അംഗങ്ങളും പറഞ്ഞു. വനിതകൾ ഉൾപ്പെടെയുള്ളവർ മുണ്ടക്കൈ ചൂരമല ഉരുൾ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് കരുത്തേകിയവരാണ്. കൂടുതൽ പരിശീലനം ലഭിക്കുന്നതിലൂടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അതുവഴി ദുരന്ത ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്നതുമാണ് അഗ്നിരക്ഷാ സേനയുടെ പ്രതീക്ഷ. ജനം, വയനാട്.